നുറുക്കി കൂട്ടന്നെ അല്ലേ? തേങ്ങ തന്നാല് പറ്റില്ല. കല്യാണത്തിന് മഴ പെയ്യത്രേ തേങ്ങ തിന്നാല്. നമുക്ക് ഓഡിറ്റോറിയത്തേക്ക് ആക്കാല്ലേ? അല്ലാണ്ട് ഇപ്പൊ കല്യാണത്തിന് മഴ പെയ്യും മറ്റേ തേങ്ങ അരിക്കാൻ പറ്റുമോ? അയ്യോ വാവാച്ചി തേങ്ങ തിന്നാൻ പാടില്ല. അപ്പോഴേ എന്തൊക്കെയുണ്ട് മക്കളെ നിങ്ങളുടെ വിശേഷമല്ലേ? സുഖമായിരിക്കണോ പറഞ്ഞല്ലേ? ഇന്ന് രാവിലെ നല്ല വെയിലായിരുന്നു. അപ്പോൾ അതാ കാറ് മാറി 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 മഴ പെയ്യും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മുടെ സ്പെഷ്യൽ വേണ്ടേ? ഒന്നുമില്ല, ഇന്ന് കുഞ്ഞുണ്ണിക്ക് ഒന്നുമില്ല. ഇന്ന് തേങ്ങ തന്നെ. കുഞ്ഞുണ്ണിയെ ഇത് തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളക് കൂട്ടി നല്ലൊരു ചമ്മന്തിയാണ് അരയ്ക്കുക. പുളി ഇട്ടിട്ട് നല്ലൊരു ചമ്മന്തിയും കുറച്ച് തൈരും ഉണ്ടെങ്കിലേ നല്ല കഞ്ഞി പോരെ? കിച്ചുവേട്ടനെ വിളിക്ക്, എന്തെങ്കിലും വാങ്ങിയിട്ട് വരാന്ന്. വിളിച്ചോ, എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചോ, അല്ലെങ്കിൽ ഉള്ളിച്ചമ്മന്തി തന്നെ ഉണ്ടാവുന്ന്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലേ? ഉള്ളിച്ചമ്മന്തി ഒന്നല്ല കേട്ടോ. ആ ബിരിയാണി ആ ചട്ടി എടുത്തിട്ട് വന്ന ചിക്കൻ കറി വെക്കുന്ന ചട്ടി. ഞായറാഴ്ചയാണ്, ഒന്നും വേണ്ടേ? ടീ വേണ്ടിരുന്നാ മതിയോ? വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കോളൂ. ഇതൊന്ന് പാത്രം എടുത്തിട്ട് പോയോ? അമ്മ തേങ്ങതാ നുറുക്കുണ്ട്, അപ്പുറത്ത് ചെറുള്ളിയൊക്കെ വെച്ചിട്ടുണ്ട്, പച്ചമുളകുണ്ട്, ഒറ്റ ചമ്മന്തി തേങ്ങ ചമ്മന്തി ഉണ്ടാവുന്ന ഉച്ചക്ക്. അല്ലെങ്കിൽ ടി വി കണ്ടിരുന്നോളൂ, ടി വി കണ്ടിട്ട് ഇങ്ങനെ ഇരുന്നോളൂ. എന്താണ് ഞായറാഴ്ചയാണ്, ഓർമ്മ വേണം. ഇപ്രാവശ്യം നമ്മുടെ വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ മാത്രം ഞായറാഴ്ച ഇല്ലെന്ന് ഒന്നുമില്ലല്ലോ എന്ന് പറയരുത്. ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ വീട്ടിൽ എപ്പോഴും വാങ്ങാത്തൊരു സാധനമാണ് കേട്ടോ അത്. കുറച്ച് ബീഫ് വാങ്ങി, എപ്പോഴും വാങ്ങുക പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബീഫിന് നല്ല വിലയില്ലേ, ഇപ്പോൾ വാങ്ങാറില്ല. ഇപ്പോൾ ചിക്കൻ തന്നെ അധികം വാങ്ങും. ചിക്കൻ തന്നെ വില 250. കടയിൽ കിട്ടില്ലാത്ര, കടയിൽ കിട്ടില്ല. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് എങ്ങനെ വരട്ടി അങ്ങോട്ട് എടുത്താലോ? വരട്ടിയോ? നമുക്ക് കുറച്ച് ചാറും വേണമല്ലേ? ഒക്കെ ശരിയാക്കാന്നല്ലേ? എങ്ങനെയായാലും വേണ്ടില്ല, വെന്ത് കിട്ടിയാൽ മതി ഞങ്ങൾക്ക്. കുട്ടികൾക്ക് ഉഷാറായിക്കോട്ടെ ഞായറാഴ്ച. ഇന്ന് ബിരിയാണിയൊന്നും ഇല്ല കേട്ടോ. ഇന്ന് ചോറുണ്ട്. രാവിലെ അപ്പം ഉണ്ടായിരുന്നു, ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ ആപ്പം എന്നാണ് പറയുക, അതൊക്കെ ഉണ്ടായിരുന്നു. കിച്ചു ആ പാത്രം എടുത്തിട്ട് വാ ഉണ്ണി. സംഭവമൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ലാണ്ടല്ലേ? അതല്ല കേട്ടോ, ഒരാളെ കാണാനില്ല, ആരും വിളിച്ചേ വരില്ല, കിച്ചു കൂടി വരില്ല. കിച്ചുട്ട പാത്രം എടുത്തിട്ട് വാന്ന്, ഇറച്ചി ഉണ്ടാക്കണ പാത്രം എടുത്തിട്ട് വന്ന. അപ്പോഴേ ഫ്രീ അല്ലേ? തീയൊന്ന് കത്തി കിട്ടിയല്ലേ? കത്താൻ നല്ല സുഖം കേട്ടോ. നല്ല ഇത് കത്തിക്കാൻ ബുദ്ധിമുട്ടൊന്നും നമുക്കില്ല. എല്ലാവരും പറയണ പോലെ പുകയോ കാര്യങ്ങളോ അതൊന്നുമില്ല. പക്ഷെ എന്താണെന്നറിയാം, തോനെ വിറക് വേണമല്ലേ? അതൊരു ചെറിയൊരു പ്രശ്നമല്ലേ? അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളില്ലേ ആദ്യം തേങ്ങ കൊത്തിട്ട് കൊടുത്തു. കവയ്ക്ക് പോവായിരുന്നു. ഇന്നിപ്പോൾ എവിടേക്കും പോകാൻ പറ്റിയൊരു സാഹചര്യമില്ല. അടുത്ത ആഴ്ച കൊണ്ട് പിന്നെ അപ്പൊ പറയും അടുത്ത ആഴ്ച, പിന്നെ അടുത്ത ആഴ്ച. നമ്മളെ എല്ലാവരും പാടെ അങ്ങോട്ട് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിലേ 5000 ഉറുപ്പിയുടെ മുകളിലാണ്ട് വേണം. എല്ലാവരും പാടെ ഉച്ചത്തന്നെ കഴിച്ചിട്ട് പോവാച്ചാലും വൈകുന്നേരത്തെ അങ്ങോട്ട് കഴിച്ചു വരലും, കുട്ടികളെയും കൊണ്ട് പോയി കഴിഞ്ഞ് വെച്ചാൽ അറിയാലോ. ആ കാണുന്ന ജ്യൂസ്, ഈ കാണുന്ന ജ്യൂസ്, ചായ, കാപ്പി, ഐസ്ക്രീം വേണ്ടേ? കണ്ട, ഞങ്ങൾ പോണം കേട്ടോ. അടുത്ത ആഴ്ച എന്തായാലും ഞങ്ങൾ ഇവിടേക്ക് ഇസയ്ക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അടുത്ത ഞായറാഴ്ച 10 മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ തിരിച്ചിലുകൾ ഉണ്ടാവോ ഒന്നും അറിയില്ല. രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി വരുമ്പോഴേക്കും പപ്പൂന് കുഴപ്പമില്ലല്ലോ, ലൈറ്റൊക്കെ ഇട്ടിട്ട് പോയാൽ മതിയല്ലോ അല്ലേ ഏട്ടാ? വിചാരിക്കുന്നുണ്ട് മനസ്സിൽ കുറേ. അപ്പോൾ രാത്രി തന്നെ നമ്മൾ തിരിച്ചു വരുള്ളൂ. രാത്രി 10 മണി കഴിഞ്ഞിട്ടേ പോരെ. 7 മണിക്ക് അത്ര അവിടെ തുടങ്ങുക. യോഗ സെൻ്ററൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നു കേട്ടോ. കുറേ ആൾക്കാർ അവിടെ പോയതൊക്കെ പറഞ്ഞിരുന്നു.
നമുക്കറിയില്ല. നല്ല എന്തായാലും നമ്മൾ വീഡിയോയിലൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ശരിക്കില്ലേ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വണ്ടിയിൽ വെച്ചിട്ട് പോവുകയാണ് പറഞ്ഞാലേ ഒന്നും കൂടി അങ്ങനെയല്ലേ ഗുരുവായൂർ പോയിട്ട് കഴിക്കുകയും ചെയ്തില്ലല്ലോ. അതിന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓട്ടോനും പോയി, അനിയൻ്റെ അവർ കാറിലും പോയി. കാറിൽ നമ്മൾ ഭക്ഷണം വെച്ച് കഴിഞ്ഞിട്ട് ഇവരില്ലേ ഞങ്ങൾ അന്ന് റോഡ് പണി നടക്കുകൊണ്ട് വേറൊരു വളവ് കൂടെ ഞങ്ങളും പോയി. അനിയൻ്റെ അവർ അനിയൻ്റെ അവർ ഞങ്ങളെ കാണാണ്ട് അവരവിടെ കാത്തു നോട്ടർ. എന്നാൽ ഫോൺ വിളിക്കണ്ടേ, ഞങ്ങൾ ഗുരുവായൂർ എത്തിക്കഴിഞ്ഞിട്ട് വിളിക്കുകയാണ് നിങ്ങളെവിടെ ചോദിച്ചിട്ട്. അപ്പം അവർ എവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ? എവിടെ? ആ ഇവര് വൈകിട്ടല്ലേ വന്ന്. നമ്മളവിടെ പാർക്ക്. പക്ഷെ ശരിക്ക് ഗുരുവായൂർക്ക് പോകുമ്പല്ലേ ഉച്ചയ്ക്ക് ശേഷം പോണത്രേ. എല്ലാവരും പറയുന്നേക്കാം ഉച്ചയ്ക്ക് ശേഷം പോയാൽ നല്ല രസമാണ്, അധികം ക്യൂ നിൽക്കണ്ടെന്നുള്ളത്. പക്ഷെ നമ്മുടെയൊക്കെ ചിന്താഗതി എന്താ, രാവിലെ പോയി കുളിച്ച് തൊഴുക എന്നുള്ളതല്ലേ. അപ്പോൾ ഇനി പോകുമ്പോൾ നമുക്ക് എന്തായാലും വൈകുന്നേരം എൻ്റെ പൊന്നൂസിനെ തന്നെ കുളിപ്പിച്ച്. ഇതാ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി അരച്ചതാണ്. ചതക്കാരാ പറഞ്ഞത്, അമ്മ അരച്ചെടുത്തു. നല്ല അരച്ചെടുക്കാനാ പറഞ്ഞു. കുരുമുളകും കൂടിയും കൂട്ടാൻ പറഞ്ഞില്ലേ. ഇപ്പൊ ശബ്ദം എന്റെ കുട്ടീനെ അപ്പയ്ക്ക് നിങ്ങൾ ആനയിക്കോ? സ്കൂളിലേക്ക് പോവാൻ തുടങ്ങുമ്പോഴേക്കും എന്നാൽ ഇങ്ങനെയൊന്നും പറയണ്ടായിരുന്നില്ല കേട്ടോ. അവനൊരു ആകെ ഒരു പാവമുള്ള ഒരു കുട്ടിയാണ് ഈ വീട്ടില്. നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഏറ്റവും പാവം അവനാ. ഇപ്പല്ലേ ഏറ്റവും വികൃതി അവനാ. ആദ്യം ഒരു സമയത്ത് ഏറ്റവും പാവം അവനായിരുന്നു. ഇപ്പോൾ ഏറ്റവും വികൃതി ആരാ? കുഞ്ഞുണ്ണിക്ക് അവാർഡ് വേണം. അതിന്റെ കുഞ്ഞുണ്ണിക്ക് 2 പേരുണ്ട് കേട്ടോ. ഒരു പേര് കുഞ്ഞുണ്ണി എന്ന് ഞാൻ വിളിക്കുന്ന ഇവരൊക്കെ കുഞ്ഞുണ്ണി വിളിക്കും. അവന്റെ അച്ഛൻ വാവേ വാവേ എന്നാ മൂന്നാമത്തെ പേര് വാവുണ്ണി. 6 ജിത്ത് ഉള്ളി അരിഞ്ഞു വെച്ചത്. 6 ജിത്ത് പുറത്ത് കൊണ്ടുവന്നില്ലേ അരിഞ്ഞ് പിടിച്ച് വെച്ചു. 6 ജിത്ത് നോക്ക്. എല്ലാവർക്കും നമ്മുടെ ഞായറാഴ്ചത്തെ വിശേഷം കാണാൻ ഭയങ്കര ഇഷ്ടാട്ടോ. എല്ലാവരും പറയും. ഇന്ന് പക്ഷെ ബിരിയാണി ഒന്നും ഉണ്ടാക്കിയില്ല. അതെന്താണെന്നറിയോ, ബീഫ് വാങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു അമ്മ പൊറോട്ട വേണം, പൊറോട്ടയും ബീഫും പാടെ കഴിക്കേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ അനിയേട്ടൻ അപ്പോൾ ഏട്ടൻ ഉച്ചയ്ക്ക് പോയിട്ട് ഓരോരോ പൊറോട്ട വാങ്ങിട്ട് വരും അല്ലേ. അതെ വൈകുന്നേരത്ത് മതി. വേണ്ട അപ്പൊ അവർക്ക് പൊറോട്ട വേണം പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ബിരിയാണി ഉണ്ടാക്കാനുള്ള ബിരിയാണി റൈസ് നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള അരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ ഒരാഗ്രഹമല്ലേ. കടയിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു 2 പൊറോട്ടയും ഒരു ബീഫും വാങ്ങിയ പൈസ എത്രയും. അപ്പോൾ 10 പൊറോട്ട കൊണ്ട് വാങ്ങിയില്ലേ. ഇവിടെ പൊറോട്ട കമ്പനി ഉണ്ട് കേട്ടോ, കല്ലടിക്കോട്. 7 രൂപ പൊറോട്ട. ഞാൻ തിരുമ്പിട്ട് ജേഴ്സി വായിക്കി. എന്റെ ജേഴ്സി അയച്ചു തന്നോ? തിരുമ്പി കഴിഞ്ഞു. തിരുമ്പ് ഞാൻ തിരുമ്പിയാണ്. ആന്റെ ജേഴ്സി ഞാൻ ചാളിയെ കൊണ്ടിട്ടോ ചാലിക്കോടില്. എന്താടി ഇങ്ങടെയൊക്കെ അല്ലേ ഇടാൻ പറ്റുള്ളൂ. അപ്പയ്ക്കും അച്ചുട്ടിയും കിച്ചൂട്ടിനും പാടെ അവരുടെ ഒരു ടീഷർട്ടിന് ചെറിയൊരു ബഹളം ഉണ്ടാക്കിട്ടോ. അപ്പം അങ്ങോട്ട് പോയി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ഞാനും എൻ്റെ വീട്ടിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ഒരു തല്ലുള്ളിയായിരുന്നു ഏട്ടന്മാരോട്. അത് ഇപ്പം നമുക്ക് തോന്നുന്നുണ്ട്, നമുക്ക് ഇപ്പം ഞങ്ങൾ തല്ലൂടൊന്നുമില്ല കേട്ടോ. ആദ്യമൊക്കെ തല്ലൂടുമായിരുന്നു, ഇപ്പം തല്ലൂടലൊന്നുമില്ല. ഇപ്പൊക്കെ നമുക്ക് പക്വത വന്നില്ലേ. പക്ഷെ ഈ ഒരു പ്രായം അടിപൊളിയാണ്. സാധനം എടുത്തു, ബുക്ക് എടുത്തു, പേനെടുത്തു പറഞ്ഞിട്ട്
ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഏത് ആൾക്കാരുടെ ഇല്ലേ കല്യാണം കഴിയുന്നതിൻ്റെ മുമ്പ് പെൺകുട്ടികൾക്ക് സൗണ്ട് ഉണ്ടാവില്ല, അധികം ഒച്ച ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് മക്കളായി കഴിഞ്ഞല്ലേ നമുക്ക് ഒച്ചയും സൗണ്ടൊക്കെ വരില്ല ചേട്ടാ. പിന്നെ എന്താ ഇന്നിങ്ങനെ ഇവിടെ വാടോ അവിടെ വാടാ എന്താ മക്കൾ ഇവരല്ല നല്ല മീറ്റ്. ഇനി ചേച്ചിമാരും കൂടി തമ്മിൽ തല്ലുകൂടിക്കോളി. ഇതാ മുളക് പൊടി, മല്ലിപ്പൊടി. ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ, ഒന്ന് എന്താ പറഞ്ഞിട്ടാ. കോഴിമുട്ടയ്ക്ക് 8 രൂപ കിട്ടോ മുട്ടയ്ക്ക് വില. കോഴിമുട്ടയ്ക്കൊക്കെ ഇങ്ങനെ വില കൂടുന്നത് എനിക്കറിയില്ല അല്ലേ. യുദ്ധം കാരണല്ല, കളി കാരണം. അത് ശരിയാ. നമ്മളല്ലേ നമ്മുടെ വീട്ടിൽ മുട്ട വറക്കുമ്പോ ആർക്കെങ്കിലും ചിലവുണ്ടോ? പൂരപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞ വെച്ചല്ലേ ബ്രെഡ് ഓംലേറ്റിനൊക്കെ എന്താ ആൾക്കാർക്ക് ഡിമാൻഡില്ലേ. അപ്പൊ 100 രൂപയില് ആൾക്കാർ വാങ്ങും. അല്ല മുട്ടയ്ക്ക് വില വിടാന്നത് മുട്ട എടുത്തിട്ട് പോണ്. അവിടെ നിന്റെ നമ്മക്കും പോവാ. ഞാൻ വെറുതെ പറയല്ലേ, അവന് തിരിച്ച് ഇങ്ങോട്ട് വരാൻ അങ്ങനെ ഒരു പൈസ. മൂക്ക് കൂടെ മുളകാങ്ങോട്ട് കയറി. കുട്ടികളെ പഠിപ്പിക്കാൻ നന്നായി. നമ്മുടെ എങ്ങനെ പറയും, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു വിളിച്ചപ്പോഴേ, എടി അവൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താ അത്രയെന്ന് അറിയട്ടെ, വിജയിനെ കാണണത്രേ. വിജയിനെ ഒന്ന് കാണണം, എനിക്കത് മാത്രമേ ഉള്ള ആഗ്രഹം. ഞാൻ പറഞ്ഞു ഉമ്മക്ക് ചെന്നൈയിൽ പോയാൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ചെന്നൈയിലൊന്നല്ലല്ലോ മൂപ്പരാള്, അവിടെയാണ്. ഞാൻ വിചാരിച്ച തമിഴ്നാട് കോയമ്പത്തൂരിൻ്റെ ഒക്കെ ആ ഒരു സോഫ്റ്റ് ആവട്ടെ ബീഫ്. എന്താ കണ്ടോ കിച്ചു, അതിന്റെ മോളിൽ നിന്ന് ഇറങ്ങിക്ക. അമ്മോ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. കിച്ചുവോ കണ്ടു പഠിച്ചോ, അതൊക്കെ ഉണ്ടാക്കി തരണം. നീ പറ്റില്ലേ? ഞാൻ ചാറ് വേണ്ടല്ലോ. ചാറിന് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. പൊറോട്ടയും ബീഫിനും ചാറ് വേണ്ടാണ്. എന്ത് ഏട്ടാ അലഗേറ്റർ നല്ലൊരു മഴ വരുന്നുണ്ട് അല്ലേ? മേലൊക്കെ കാണിക്കണേ. എത്ര മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇങ്ങനെ തിളച്ച് എങ്ങനെ കുക്കറിൽ ഉണ്ടാക്കി വെച്ചാലേ ഇതായിട്ടുണ്ടാവും കേട്ടോ. ഇതാ കണ്ടോ, ഇതാ സംഭവം ശരിയായി. മല്ലിയിലേക്ക് ഇട്ടു കേട്ടോ നമ്മുടെ കറിയായി. പിന്നെ ഇതിൽ നമ്മൾ കുരുമുളകും പെരുംജീരകം ഇട്ടു, പിന്നെ മീറ്റ് മസാല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് കുഞ്ഞു അവിടെ നമുക്ക് മുട്ടക്ക് വിശക്കുണ്ടോ അമ്മോ? എന്താ വിശക്കുണ്ടോ?
കഴിക്കണ്ട എല്ലാവർക്കും പാടെ കുട്ടിന്ന് കുറച്ച് നേരം വൈകില്ലേ ആയേ ബ്രെഡോ ബ്രെഡൊക്കെ എല്ലാവരും തിന്നിട്ട് മോര് കറിയൊന്നുമില്ല പപ്പടതാ കാച്ചാൻ പോകും ബേർഡ് കഴിഞ്ഞല്ലോ സുകന്യേ ഈ കറി കൊണ്ടേക്കോ എന്നിട്ട് സതിയേട്ടന് കൊടുത്തോ വിശക്കാണ് പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ നേരത്തെ ഇതവിടെ കൊണ്ടുപോയി കൊണ്ടുപോവാ സതിയേട്ടന് മീന് പപ്പടം കാച്ചണ്ടേ പപ്പടം കാച്ചണ്ട ആ ഏട്ടന് പപ്പടം വേണ്ട കുട്ടികൾക്ക് ഓരോന്ന് വേണം വേണ്ടേ അച്ഛനും അമ്മൂനും പപ്പടം വേണ്ടേ അച്ഛന് വേണ്ടേ വേണ്ടല്ലേ ആ കണ്ടോ ആർക്കപ്പോ രണ്ടെണ്ണം കിട്ടി സന്തോഷമില്ലാത്ത രണ്ടെണ്ണം കിട്ടിയല്ലേ സന്തോഷം ഉണ്ടാവുമോ അച്ഛാ എണ്ണക്കുപ്പി എടുക്ക് വേണ്ട നമ്മളില്ലേ കൊറേ നേരമായില്ലേ ഈ കറി അങ്ങോട്ട് കൊണ്ടേക്കടി പപ്പടം കാച്ചട്ടെ അമ്മ അവിടുന്ന് ചെറിയൊരു കൊള്ളി എടുത്തിട്ട് പിറകും കൊള്ളി കുക്കറിലാണ് എന്താ ഇതാണ് പറഞ്ഞാലേ എത്ര സുഖമായി ഗ്യാസിലേ കുക്കറിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 7-8 വിസിൽ എപ്പോഴോ തീരുമാനമായിട്ടില്ല മേശ പുറത്തെടുത്ത് കൊടുത്തോളെ ഇവിടെ 2 സൈഡും പിടിച്ചോട്ടോ രണ്ട് സൈഡും പിടിക്കണം അല്ലേ അമ്മ പോയിക്ക ചുക്കുവെള്ളമൊക്കെ എടുത്തേക്ക് നേമ ചെയ്യുമ്പോ പാത്രങ്ങളും ചുക്കുവെള്ളമൊക്കെ എടുത്തേക്ക് അവിടെ എല്ലാവരും കൂടി കേട്ടോ എല്ലാവർക്കും ഒപ്പാണ്ടിരുന്ന് കഴിക്കാലോ മറ്റേ നേരം വൈകി ആ തിരക്കിലാണ്ട് തീരില്ലേ അല്ലെങ്കിൽ ഓരോരുത്തർ ഫോൺ നോക്കിട്ട് ഇരിക്കുന്നല്ലാണ്ടേ 4 മണിയാവുമ്പോൾ തീരുമാനമാവില്ല പറഞ്ഞോളാം കിട്ടോന്ന് ഏത് ചേച്ചിറേ മെസ്സിയുടെ ഇത് എന്താണ് കറിയുണ്ട് 82 82 52 എന്ന് പറഞ്ഞ 82 എങ്ങനെയത് 82 എന്ന് പറഞ്ഞേ അപ്പൊ എത്രയൊക്കെയാണ് കിട്ടിയത് 42 സ്വാതന്ത്ര്യം ലഭിച്ചു. ഇത് മൊത്തം കാച്ചണോ? ഇനിയിപ്പോൾ എല്ലാവരും പപ്പടം ചുട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് എല്ലാവരും എടുക്കും. ഒരാൾ എടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും എടുക്കില്ലേ. കുട്ടികൾക്ക് 2 3 ഒക്കെ വേണ്ടും വരും. ഇനിയിപ്പോൾ എന്തിനത് എണ്ണ ചൂടാക്കിയിട്ട് രാവിലെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ വിശക്കുകയാണ് പറഞ്ഞതാണ്. അല്ലെങ്കിൽ വിശക്കണോ പറഞ്ഞതാണെങ്കിലോ പറയുന്ന പോലെ ഇതൊന്നും ആയി കിട്ടണ്ടേ. ബീഫാവണ്ട, മീനാണ് വേഗമായിരുന്നു. മീൻ ഇന്നലെ വെച്ചത് ഇതാ പറയും വെക്കാവും. അമ്മു വെള്ളമൊക്കെ എടുത്ത് വെച്ചോ? എന്നാ പോവാ, വാതിലടയ്ക്കും. തേക്കുന്നതാണ്. ഇപ്പോൾ വരാടാ. ഉണ്ടാക്കാൻ പോവാ? അയ്യേ എന്താ ഉണ്ടാക്കാൻ പോവാ? ഒന്നുമില്ല. അച്ഛ പണ്ണുർത്തിയേ പപ്പടം വേണ്ട. എന്താ ഇതിനെന്താ വിട്ടേക്കണ്? വിളമ്പുന്നോ? കിണ്ണം കൊണ്ടൊന്ന് വെക്കാൻ പറഞ്ഞതാണ്. ഒന്നും ചെയ്തില്ല. ഇതിനിപ്പോ ഒന്നൊന്ന് തുടങ്ങണോ? എടുത്തോ, ഊണായിട്ട് കളയാ. ഈ പാത്രങ്ങളല്ലേ നേരെ അങ്ങോട്ട് ഇട്ടാ മതി. ഏതോ ഒന്ന് കേടെന്ന് പറയുന്നത് കേടല്ലേ, നേരെ അങ്ങോട്ട് എടുത്തിട്ടാ മതിന്ന്. ആദ്യം ഊണായിട്ട് പ്ലേറ്റ് ഇട്ടാണ് നടക്കുന്നത്. എന്താണ് നിങ്ങൾ ഇങ്ങനെ? അത് സാരല്ല, പപ്പടല്ലേ, ബലമില്ലാത്തോണ്ടാ പൊട്ടിയതേ. എന്താ വാവ അങ്ങനെ നേരെ കുത്തേ? അമ്മു ബ്രെഡും രസം പൊട്ടി കൊറേ ഇല്ലേ നമ്മള് ബീഫ് വാങ്ങിട്ട്. അവന് ബിരിയാണി ഉണ്ടാക്കിയില്ലാന്ന്. അതെ, പറയാ എന്താ ഞാൻ ഇതുണ്ടാക്കുമ്പോ ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ബിരിയാണി
ബിരിയാണി നമുക്ക് അടുത്ത ആഴ്ച ഉണ്ടാക്കണ കുഞ്ഞാ കേട്ടോ. ഇച്ചോ താഴെ ഇരിക്കണം ഉണ്ണി. ഇങ്ങനെ തലകടായിരുന്നു കഴിക്കല്. നേരെ ഇരിക്കടാ. ഇത് നോക്ക് എന്താ ഇതിങ്ങനെ വെയില്. അപ്പോൾ നമ്മളെ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. എല്ലാവരും കൊടുക്ക്, കറി കൊടുക്ക്. വിശന്ന് ഇരിക്കുകയാണേ. അപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം എന്നാട്ടാ. കുട്ടിക്ക് കുഞ്ഞിന് ചോറ് കൊടുക്ക്. ഇതെന്താ വാവയ്ക്ക് ഇറച്ചി വേണ്ടേ? കൊടുക്കവന് ബിരിയാണി ഇല്ലാന്ന് പറഞ്ഞിട്ട് ചോറ് വയ്ക്കായിരിക്കുന്നത് കുഞ്ഞ്. എന്താ വേണ്ടു? തോന വേണം. എന്താ വേണ്ട? ഇറച്ചിയോ ചോറോ? തോന തരും. അവന് ഇറച്ചി മാത്രം കൊടുക്കുക സുന്നി. കറിയാ? കറി ഒഴിച്ചു കൊടുക്ക്. കറി ഒഴിച്ചു കൊടുക്ക്. അവൻ കറി കൂട്ടി ഊണ് കഴിക്കുന്നതാണേ. ചോറിന് ഒഴിച്ചു കൊടുക്ക്. ഇനി അല്ലെങ്കിൽ ആദ്യം പിന്നെ ഒഴിച്ചു. പടത്തക്കടി എന്തൊക്കെ പേടി. കുട്ടിക്ക് കറി വേണം പറയുമ്പോ പേടിച്ചാലോ. ഇറച്ചി കൂട്ട കുഞ്ഞാ. അവന് ഇറച്ചി കൊടുക്ക്. ഏതെങ്കിലും ഒന്ന് പറ. കുഞ്ഞിനെ ഇറച്ചി കൊടുക്ക്. കുറച്ചും കൂടി ഇറച്ചി എടുത്തിട്ടാ. അപ്പോഴേ ഞങ്ങള് കഴിക്കട്ടെ. പറയൂ സുവന്യ, നീ കൊടുക്കണം. അപ്പളേ കറി ഇഷ്ടായോ? എങ്ങനെ കഴിച്ചോ? ഇനി കഴിച്ചിട്ടില്ലേ? സോനെ ഞാൻ ഇപ്പൊ ചോറ് എടുത്തിട്ട് വന്നിട്ടേ ഉള്ളൂ. കുറച്ചുകൂടി ചോറ് എടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അടിപൊളി കറിയല്ലേ? അപ്പൊ നമ്മളില്ലേ നാളെ കാണാട്ടോ. അമ്മ ആസ്വദിച്ച് കഴിക്കണം. എന്താണോ കുട്ടിച്ച്? എന്റെ വേണ്ട ചോറില് കളിക്കണം. കൈ നിലത്തേക്ക് കളയല്ലേ? എന്റെ വേണ്ട. പപ്പടം വേണോ? പൊട്ടിക്കരുത് കേട്ടോ. പപ്പടം താഴെ വീണ പൊട്ടും. പാസ് ചെയ്ത് എന്താ. അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് കാണാം. എനിക്ക് വിശക്കുണ്ട്, ഞാൻ കഴിക്കണ്ടേ? അച്ചുട്ടിക്ക് ഇഷ്ടാവില്ല. ചക്ക വായാടി ആയിട്ടോ. വായാടിയോ? അന്യായ വായാടിയാണ്. കുഞ്ഞിനെയൊക്കെ തോൽപ്പിക്കട്ടോ. ഒരാൾക്കും ഗ്യാപ്പ് കൊടുക്കുന്നില്ല. രണ്ടു നേരം മണ്ട പൊട്ടിക്കും പറയണ്ട ഇപ്പൊ തന്നെ. നാളെ കാണാട്ടോ.